950-ലാണ് പാടിക്കുന്നിലെ സഖാക്കളെ വെടിവെച്ച് കൊല്ലുന്നത്. രേരു നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലനും. ബ്രിട്ടനല്ല, കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത്. 3 സഖാക്കളെ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുന്നു. ജയിലിൽ നിന്നും കള്ളജാമ്യത്തിൽ അവരെ പുറത്തിറക്കുന്നു. കള്ളജാമ്യം അതെന്താണ്? കള്ളക്കേസ് എന്ന് കേട്ടിട്ടുണ്ടാവും, കള്ളജാമ്യം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്. ബന്ധുക്കളോ സഖാക്കളോ അറിഞ്ഞിട്ടില്ല. പോലീസ് തന്നെ കൃത്രിമമായി ജാമ്യത്തിലെടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു. പാടിക്കുന്നിൽ കൊണ്ടുവന്ന് കൈകളിൽ ചെങ്ങലയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ഇൻസ്പെക്ടർ റേ എന്നൊരു പോലീസ് ഓഫീസറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇൻസ്പെക്ടർ റേ ഗർജിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കണം. ചെങ്ങലയണിഞ്ഞ കൈകൾ ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി ഇൻസ്പെക്ടർ റേയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി രേരു നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലനും. തോക്കുകൾ ഗർജിച്ചു. 3 സഖാക്കളും വെടിയേറ്റു വീണു. അവരാണ് പാടിക്കുന്ന രക്തസാക്ഷികൾ. ഇൻസ്പെക്ടർ റേ കരുതി എല്ലാ കാലവും ഇങ്ങനെ ആയിരിക്കും. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റി. 957 ഏപ്രിൽ 5 കേരളത്തിന്റെ ചരിത്രം മാറി. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന വാർത്ത ആകാശവാണിയിലൂടെ കേട്ട് ജോലി രാജിവെച്ച് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി ഒരു ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്തു ഇൻസ്പെക്ടർ റേ. അതാണ് ഈ നാടിന്റെ ചരിത്രം.